താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? ഒന്നുമില്ല. ട്രെയിൻ ഇന്ന് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു അല്ലേ? അവരോട് ആര് ചോദിക്കാൻ? ജനകീയ ഭരണമല്ലേ. ട്രെയിൻ ലേറ്റ് ആയതിന് ജനകീയ ഭരണത്തിന് തമ്മിൽ എന്താ ബന്ധം? സാർ ഒരു ജനകീയവാദിയാണെന്ന് തോന്നുന്നല്ലോ. സാർ എവിടുന്നാ? കോഴിക്കോട്. ഓഫീസ് കാര്യമോ മറ്റോ ആയിട്ടായിരിക്കും. അല്ല, തനിക്കിതൊക്കെ അറിഞ്ഞിട്ടെന്താ കാര്യം? അല്ല സാർ, അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് കിട്ടൂല. അതിന് വേണ്ട ഏർപ്പാട് ചെയ്യാമെന്ന് വിചാരിച്ചാ. എന്നാ കേട്ടോ, ഇന്ന് രാത്രിക്കുള്ള വണ്ടിക്ക് ഞാൻ മടങ്ങുകയാണ്. അതിനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അതും എടുക്ക്. അങ്ങനെ വേണം സാർ. ഇങ്ങനെ മുന്നേർപ്പാടോടുകൂടിയുള്ള യാത്ര എത്ര സുഖകരം. അല്ലാതെ ഒരു വണ്ടി സാമാനവും ഒരു ഡസം പിള്ളേരുമായിട്ട് ഇങ്ങോട്ട് കയറിപ്പോരും റിസർവേഷൻ ഇല്ലാതെ. കഷ്ടമാണ് സാർ. സാറ് ഇരുമ്പഴികൾ കണ്ടിട്ടുണ്ടോ? ഭാര്യയില്ലാത്ത രാത്രി അതും കണ്ടിട്ടുണ്ട്. അപ്പൊ സാറ് എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് പറ. സാറിന് താമസിക്കാൻ ഹോട്ടലോ റൂമോ വല്ലതും വേണോ? എല്ലാ സൗകര്യമുണ്ട് സാർ. എന്ത് വേണം? ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമെന്ന് പേടിക്കേ വേണ്ട. ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും. കോളേജ് ടൈപ്പോ, ഫാമിലി ടൈപ്പോ, നാടൻ ടൈപ്പോ, ഓഫീസ് ടൈപ്പോ, ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും കിട്ടും. ആന്ധ്ര, മൈസൂർ, കേരളം, തമിഴ്നാട്, ശേഷിക്കൊത്ത കഴിവ്. സാറിന് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വരുത്തണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. എന്റെ മനസ്സിലുള്ള താനെങ്ങനെ അറിഞ്ഞു? സാറേ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. നെറ്റിയിലല്ലേ എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് നിങ്ങളെപ്പോലെയുള്ളവരെ വായിക്കാൻ അറിയാം. അല്ലേ മാലതി, മാലതി ഇല്ലേ എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുക. നീ ഇങ്ങനെ അമ്പലമൊന്നും നേർച്ചയെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുണ്യവും കിട്ടിക്കോട്ടെ ചേട്ടാ. ആട്ടെ, അത്യാവശ്യത്തിന് പുണ്യം കിട്ടിയല്ലോ. ഇനി സ്വല്പം പാപമാകാം. അയക്കട്ടെ. അഭിസാരികയായി അണിഞ്ഞൊരുങ്ങും. ആ പോലീസുകാരൻ ശങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ. എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്. നീ അവിടെയെങ്കിലും വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപയോ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എത്ര പേരെ തൊഴണം, എത്ര പേരെ. മര്യാദക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം. ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി. അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ ഇത്രയും താമസിച്ചത്? ആ കുന്നൂരിലെ കോമളത്തിന് പെട്ടെന്ന് അസുഖം വന്നു. ഒടുവിൽ ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് സമയം. എനിക്ക് പനി പിടിച്ചിട്ട് 4-5 ദിവസമായി. എണീക്കാൻ പോലും വയ്യ. അതിനല്ലേ അന്നേ കുരുമുളക് വെള്ളം കാച്ചി കുടിക്കാൻ പറഞ്ഞത്.
ഭാര്യയെ ഡോക്ടറുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ? ബുദ്ധിയില്ലാത്ത വർത്താനം പറയാതെ. നീയും അവളും ഒരുപോലെയാണ്. നീ 10 ദിവസം സുഖമില്ലാതെ കിടന്നാലും നമുക്ക് എങ്ങനെയും കഴിഞ്ഞുകൂടാ. ഇത് വീട്ടുകാര്യം, അത് തൊഴിൽ. ഞാൻ എന്താണ് ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത്? സാർ, എനിക്ക് വേണ്ടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. താൻ എന്താണ് ഈ പറയുന്നത്? ഇപ്പോൾ തന്നെ സമയം 7 ആയി. എനിക്ക് 9 മണിക്ക് ട്രെയിനിൽ പോകേണ്ടതല്ലേ? ഇങ്ങനെ ധൃതി കൂട്ടിയാൽ നല്ലതൊന്നും കിട്ടൂല സാർ. താൻ പോടും, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അങ്ങ് ദേഷ്യം വന്നാലോ? 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടുവരാം. ഒരുങ്ങി നിൽക്കണോട്ടാ. എടാ വാസുവേ, ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ട് വന്നാ. എന്തായിട്ടാ? ഒരു നല്ല പൈസക്കാരൻ 2 മണിക്കൂർ കാലത്തേക്ക് ഒരാളെ വേണം. എന്റെ കയ്യിലുള്ള ആളുകളെല്ലാം ബുക്കായിപ്പോയി. നിന്റെ കയ്യിൽ സ്റ്റോക്ക് വല്ലതും ഉണ്ടോ? ഇഷ്ടം പോലെ പൈസ കിട്ടും. കിട്ടുന്ന മുഴുവൻ നീ എടുത്തു. പൈസയുടെ കാര്യം പിടിയേട്ടാ, അത് നമുക്ക് 50-50. പക്ഷേ 1 മണിക്കൂർ സമയം തരാവൂ ചേട്ടാ. നീ ഒരു പ്രാന്തൻ. എടാ, അയാൾ 9 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ആ നിപ്പാണല്ലേ? എന്നാ ചേട്ടൻ പോയിക്കോ. 10 മിനിറ്റിനകം ഞാനൊരു ഉരുപ്പിടിയും കണ്ട് അങ്ങോട്ട് എത്തിയേക്കാം. റെഡിയല്ലേ? റെഡി. ശരി. ഈ ലോഡ്ജ് പുതിയതാണല്ലേ? ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനേ ഇവിടെ ഒരു റൂം സ്ഥിരമായിട്ട് അങ്ങ് എടുത്തിട്ടിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്തോ, പിടിച്ചോ, വിളിച്ചോ. നീ കേറിപ്പോര്. എവിടെയാണ്? എന്താ മണി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് സത്യമാണോ? സത്യമാണ്. പക്ഷേ അപമാനം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമല്ലടി മണി ആത്മഹത്യ ചെയ്തത്. മകളുടെ ഭാവി, അതൊന്നു മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് തകർന്നതാണ് ഇതിനെല്ലാം കാരണം. നടന്നു. അതിനുവേണ്ടി കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല. പോട്ടെ, ഒരു അസ്തമയത്തിന് ഒരു ഉദയം. മണിയുടെ ജീവിതം അസ്തമിച്ചു. അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം നമുക്കായി. നമുക്കൊരു പ്രൊമോഷൻ. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അമ്മേ, അച്ഛൻ എന്താണ് ജോലി? എന്തിനാ അവിടെ വന്നത്? കടം വാങ്ങിച്ച 2000 രൂപയുടെ പലിശ വാങ്ങിക്കാൻ വന്നത്. പലിശ? എന്ത് വേണം? പലിശ പണമായിട്ട് വേണമെന്നില്ല. മനസ്സിലായില്ല. വല്ലപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ വരും. അപ്പോ ഒരു സ്ത്രീയോട് ഞാൻ ഇതുപോലെ യാചിച്ചു. പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ ദുർബലനാണ്. എന്നെ ഉപദ്രവിക്കരുത്. എന്നും വന്ന് ഞാൻ ഉപദ്രവിക്കില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രം പലിശ തരണം. പുറത്ത് പോകാനാ പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കലാണ്. എന്റെ വേല വെച്ചാൽ എന്നോടൊപ്പം മുന്നോട്ട് നിനക്ക് സാധിക്കണടാ. എന്തിനെ പറക്കുന്ന പട്ടി, നീ മനുഷ്യനെ അല്ലടാ. അതിവ്രതമയാണ് അല്ലേ ഇതേ വിളിച്ച്? നിന്റെ ഭർത്താവ് എന്ന് പറയുന്നതിനോട് അവന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോപി എന്നാണ്. നീ